ഹായ് എവ്രി വൺ, എല്ലാവർക്കും സോഷ്യോ പ്ലസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്നത് പ്രഷർ ബെൽറ്റുകളും ഈ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ഫോം ചെയ്യപ്പെടുന്ന ചില വിൻസ്, കാറ്റുകളെ കുറിച്ചുമാണ്. സോ പ്രഷർ ബെൽസ് ആൻഡ് വിൻസ്. പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സ്ഥാനങ്ങളിൽ ഏതൊക്കെ പേരിലാണ് പ്രഷർ ബെൽറ്റുകൾ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ മർദ്ദ മേഖലകൾ അറിയപ്പെടുന്നത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് പ്രഷർ ബെൽസ് ആൻഡ് വിൻസ് ആണ്. അതായത് ഈ ഓരോ പ്രഷർ ബെൽറ്റുകൾക്കിടയിലും വീശുന്ന കാറ്റുകൾ ഏതൊക്കെയാണ്, അതിന്റെ പേരും പ്രത്യേകതകളും എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൂടെ തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. പ്രഷർ ബെൽസ് ആൻഡ് വിൻസ്, മർദ്ദ മേഖലകളും കാറ്റുകളും. അപ്പൊ നമ്മൾ പരിചയപ്പെട്ടുള്ള പ്രഷർ ബെൽറ്റുകൾ ഏതൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി പെട്ടെന്ന് നോക്കാം. ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രഷർ ബെൽറ്റുകൾ അതിന്റെ പ്രത്യേകതകളും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഈ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ഫോം ചെയ്യുന്ന കാറ്റുകളാണ് ഇന്നത്തെ നമ്മുടെ പ്രധാന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് നോക്കാം. യു ഹാവ് ലേൺ ദാറ്റ് there exist differences in pressure over different latitudinal zones at the global level. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. അതായത് ആഗോളതലത്തിൽ തന്നെ ഈ ഓരോ ലാറ്റിറ്റ്യൂഡിനൽ ഏരിയന്റെ ഇടയിൽ ഓരോ ലാറ്റിറ്റ്യൂഡ്സിലും ഓരോ പ്രഷറാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില സ്ഥലങ്ങളിൽ എന്താണ്, ചില സ്ഥലങ്ങളിൽ ലോ പ്രഷറാണ്, ചില സ്ഥലങ്ങളിൽ ഹൈ പ്രഷറാണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയ കാര്യമാണ്. These pressure differences lead to the formation of winds. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്ന ഈ ഒരു പ്രഷർ വേരിയേഷൻ ആണ്, പ്രഷർ ഡിഫറൻസസ് ആണ് അടിസ്ഥാനപരമായിട്ട് എന്തിനു കാരണം, കാറ്റുകൾ ഉണ്ടാവാൻ അല്ലെങ്കിൽ വിൻസ് ഫോം ചെയ്യാനുള്ള, കാറ്റുകൾ ഉണ്ടാവാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ ഏറ്റവും നേരത്തെ ആദ്യമേ പഠിച്ചു വെച്ചുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് എന്ത്, വിൻസ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ റീജിയൻ. എവിടെയാണോ ഹൈ പ്രഷർ ഉള്ളത് ആ ഹൈ പ്രഷർ റീജിയന്ന് അല്ലെങ്കിൽ ആ ഹൈ പ്രഷർ സോണിന്ന്, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക്, അതായത് ലോ പ്രഷർ സോണിലേക്ക്, ലോ പ്രഷർ റീജിയനിലേക്ക് വായു പ്രവഹിക്കും അല്ലെ. അതിനെ വിളിക്കുന്ന പേരാണെന്ത്, കാറ്റ്, വിൻഡ് എന്ന് വിളിക്കുന്ന അതാണ്. വിൻസ് ബ്ലോ ഫ്രം, ഓൾവേസ് ബ്ലോ ഫ്രം ഹൈ പ്രഷർ റീജിയൻസ് ടു ലോ പ്രഷർ റീജിയൻ അല്ലെ. എപ്പോഴും അങ്ങനെയാണ്, അതൊരു പ്രകൃതി പ്രതിഭാസമാണ്. ഉയർന്ന മർദ്ദം എവിടെയാണോ, ഹൈ പ്രഷർ എവിടെയാണോ, അവിടുന്ന് ലോ പ്രഷർ റീജിയൻ എവിടെയാണോ അവിടേക്കാണ് എന്ത് ചെയ്യുക, കാറ്റ് വീശുക, അവിടേക്കാണ് വായു സഞ്ചരിക്കുക. The winds developed between the global pressure belts can be generally called as planetary winds. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെന്റൻസ്. എന്താണ് പേര് പറഞ്ഞത്, പ്ലാനറ്ററി വിൻസ് എന്നാണ് പറഞ്ഞത്. പ്ലാനറ്ററി വിൻസ്, ആഗോളവാദങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ആഗോളവാദങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഉള്ള സംഭവം അല്ലല്ലോ. ഈ പറയുന്ന പ്രത്യേക ലാറ്റിറ്റ്യൂഡ്സിന്റെ ഇടയിൽ നമ്മുടെ ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെയാണ് ഈ കാറ്റിന്റെ സാന്നിധ്യം. അതുകൊണ്ട് ആഗോളവാദങ്ങൾ എന്ന പ്ലാനറ്ററി വിൻസ് എന്നാണ് ഏതെങ്കിലും രാജ്യത്തിന്റെ പേരിലോ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ പേരിലോ അല്ല അറിയപ്പെടുന്നത്. ഓക്കെ, ഒരു നിശ്ചിത ലാറ്റിറ്റ്യൂഡിനൽ ഏരിയയിൽ ഭൂമിയിൽ എല്ലായിടത്തും ഒരേപോലെ അനുഭവപ്പെടുന്ന കാറ്റായതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ പ്ലാനറ്ററി വിൻസ് എന്നാണ്, ആഗോളവാദങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി നോക്കാം ആ സെന്റൻസ്. ദി വിൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദി ഗ്ലോബൽ പ്രഷർ ബെൽസ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ഫോം ചെയ്യപ്പെടുന്ന കാറ്റുകളെ can be generally called as planetary winds. നമുക്ക് എങ്ങനെ വിളിക്കാം, നമുക്ക് പ്ലാനറ്ററി വിൻസ് എന്ന് വിളിക്കാം, ആഗോളവാദങ്ങൾ എന്ന് വിളിക്കാം. ഈ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെ ആഗോളവാദങ്ങൾ എന്ന് വിളിക്കാം. അതായത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ ഫോം ചെയ്യപ്പെടുന്ന കാറ്റുകളെ. ഈ ചിത്രത്തിൽ പറയുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് ആണ് ഇത്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, മറ്റൊന്ന് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പൊ ഈ രണ്ട് ബെൽറ്റുകൾക്കിടയിൽ ഫോം ചെയ്യപ്പെടുന്ന കാറ്റുകളെ നമുക്ക് എന്ത് വിളിക്കാം, ഇവിടെ ഒരു പേര് കൊടുത്തിട്ടുണ്ട്, നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. അത് ഓരോന്നും നമ്മൾ പരിശോധിക്കും. അപ്പൊ ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്താണ്, നേരത്തെ പറഞ്ഞ ഒരു പ്ലാനറ്ററി വിൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള പ്രഷർ ബെൽറ്റുകൾക്കിടയിൽ വീശുന്ന കാറ്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാനറ്ററി വിൻസ്, അല്ലെങ്കിൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആഗോളവാദങ്ങൾ. ഇവിടെ പറയുന്നു ദി ഡിഫറെന്റ് പ്ലാനറ്ററി വിൻസ് ആർ ലിസ്റ്റഡ് ബിലോ. ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള പ്ലാനറ്ററി വിൻസ്, ഏതൊക്കെയാ പ്ലാനറ്ററി വിൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രേഡ് വിൻസ്, വെസ്റ്റേർലീസ് ആൻഡ് പോളാർ ഈസ്റ്റേർലീസ്. ട്രേഡ് വിൻഡ്,
വെസ്റ്റേർലീസ്, പോളാർ, ഈസ്റ്റേർലീസ് അല്ലേ. അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ട്രേഡ് വിൻഡ്, ആ പേര് തന്നെ ഉണ്ട്. ട്രേഡ് എന്ന് പറയുമ്പോൾ കച്ചവടം, വ്യാപാരം, വാണിജ്യം എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് അല്ലെ. അപ്പൊ ട്രേഡ് വിൻഡ്സ് മലയാളത്തിൽ നമുക്ക് വാണിജ്യവാദങ്ങൾ എന്ന് വിളിക്കാം. വെസ്റ്റേർലീസ്, വെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ, പശ്ചിമമാണ്, പടിഞ്ഞാറാണ്. സോ വെസ്റ്റേർലീസ് പശ്ചിമവാദങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. പോളാർ ഈസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസിനെ നമുക്ക് ധ്രുവീയ പൂർവവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ എന്ന് വിളിക്കാം. വാദം എന്ന് പറയുമ്പോൾ അസുഖമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, വാദം കാറ്റാണ്. ഓക്കെ, ഇപ്പൊ വാണിജ്യവാദങ്ങൾ, പശ്ചിമവാദങ്ങൾ, ധ്രുവീയ പൂർവവാദങ്ങൾ, ട്രേഡ് വിൻഡ്സ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ്. ആ പേരുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വെസ്റ്റേർലീസ്, ഇതാ ട്രേഡ് വിൻഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഒരു പേരും സദേൺ ഹെമിസ്ഫിയറിൽ ഒരു വേറെ പേരുമാണ് അതിനുള്ളത്. അതൊക്കെ നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നൊക്കെ നമുക്ക് നോക്കാം. അതേപോലെ മറ്റൊരു ട്രേഡ് വിൻഡ് വെസ്റ്റേർലീസ് ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ പോളാർ ഈസ്റ്റേർലീസ് ഇവിടെയും കാണുന്നു. നമ്മൾ നേരത്തെ പ്രഷർ ബെൽറ്റ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. അതേപോലെ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റും അതേപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റും ഒക്കെ എവിടെയുണ്ട്, രണ്ട് ഹെമിസ്ഫിയറിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അത് പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന കാറ്റുകളും രണ്ട് ഹെമിസ്ഫിയറിലും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ചില സ്ഥലത്ത് ചില കാറ്റുകൾക്ക് ശക്തി കൂടുതലായിരിക്കും, ചില സ്ഥലത്ത് കുറവായിരിക്കും. അതൊക്കെ നമുക്ക് ഇവിടെ ചെറിയ രൂപത്തിൽ നോക്കാം. എനിവേ, the latitudinal locations of the different pressure belts have been identified from figure 2.5 and marked in figure 2.9. അതായത് ഈ പ്രഷർ ബെൽറ്റുകളുടെ ലാറ്റിറ്റ്യൂഡിനൽ ലൊക്കേഷൻസ്, കറക്റ്റ് ലൊക്കേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ ഓൾറെഡി വേറൊരു ചിത്രം നോക്കി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഈ ഒരു ചിത്രത്തിലേക്കൊന്ന് മാറ്റി, ഈ ഒരു ചിത്രത്തിൽ അതൊന്ന് അടയാളപ്പെടുത്താൻ വേണ്ടി ഇവിടെ പറയാം. അതായത് ഫിഗർ 2.5 നമുക്ക് നോക്കാം. ഫിഗർ 2.5 ഓൾറെഡി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് പ്രഷർ ബെൽറ്റുകൾ, അതിന്റെ ഡിഗ്രി അളവുകൾ ഏതൊക്കെയാണ് അവിടെ നോക്കിയിട്ടുണ്ട്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആണെങ്കിൽ 0 ഡിഗ്രി, 0 ഡിഗ്രീന്റെ ഒരു 5 ഡിഗ്രി മുകളിലോട്ടും ഒരു 5 ഡിഗ്രി താഴോട്ടും, അതൊക്കെ നമ്മൾ നേരത്തെ ആ ഭാഗം പറഞ്ഞ സമയത്ത് ക്ലിയർ ആക്കി വെച്ചതാണ്. അതേപോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണെങ്കിൽ ഈ ഒരു 30 ഡിഗ്രിയോട് ചേർന്നുകൊണ്ടാണ് നോർത്തിലും സൗത്തിലും. അതേപോലെ സബ് പോളാർ ഹൈ പിന്നെ ലോ പ്രഷർ ആണെങ്കിൽ അത് 60 ഡിഗ്രിയാണ്, പോളാർ ആണെങ്കിലോ അത് 90 ഡിഗ്രിയാണ്. അപ്പൊ ആ ഡിഗ്രി അളവുകളൊക്കെ ഒന്ന് ഇവിടെ വീണ്ടും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ ആ ഒരു ചിത്രത്തിന്റെ സഹായത്തോടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് പിന്നെ മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോ haven't you noticed the different planetary winds? ഈ ചിത്രത്തിൽ നിങ്ങൾ ഓരോ പ്ലാനറ്ററി വിൻസിന്റെ പേരൊക്കെ കണ്ടല്ലോ. ലെറ്റ്സ് സ്റ്റഡി them in detail. അപ്പൊ ഈ ഓരോ പ്ലാനറ്ററി വിൻസിനെയും നമുക്ക് ഒന്ന് പിന്നെ പരിചയപ്പെടാം അല്ലെ. അപ്പോ ഏറ്റവും ആദ്യം ട്രേഡ് വിൻഡ് ആണ്. ട്രേഡ് വിൻഡ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ചിത്രത്തിലേക്ക് നോക്കുക, എവിടെയാണ് ട്രേഡ് വിൻഡ് കാണുന്നത് ആക്കണം. ഈ സെൻട്രൽ കാണുന്ന വരയെ നമുക്ക് ഇക്വേറ്റർ എന്ന് വിളിക്കാമല്ലോ അല്ലെ. ആ ഇക്വേറ്ററിന്റെ മുകളിലോട്ടുള്ള ഭാഗത്തെ നമുക്കെന്ന് വിളിക്കാം നോർത്തേൺ ഹെമിസ്ഫിയർ, ഉത്തരാർദ്ധഗോളം. അതേപോലെ ഇക്വേറ്ററിന്റെ താഴോട്ടുള്ള ഭാഗത്ത് നമുക്ക് എന്ത് വിളിക്കാം, ഈ ഹാഫിനെ നമുക്ക് സദേൺ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ ദക്ഷിണാർദ്ധഗോളം എന്ന് വിളിക്കാം. അപ്പൊ രണ്ട് സ്ഥലത്തും എന്തുണ്ട്, ഈ ട്രേഡ് വിൻഡ് ഉണ്ട്. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സദേൺ ഹെമിസ്ഫിയറിലുള്ളത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും ആണ്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ അങ്ങനെ ആവാനുള്ള കാരണമൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ ട്രേഡ് വിൻഡ് ആണ് പറയാൻ പോകുന്നത്. പ്ലാനറ്ററി വിൻഡ്സ് 3 ഏറ്റവും ആദ്യം ട്രേഡ് വിൻഡ്. ട്രേഡ് വിൻഡിന്റെ മലയാളം വാണിജ്യവാദങ്ങൾ എന്നാണ്. ഓക്കെ, the subtropical high pressure belts in both the hemispheres can be seen in figure 2.9. ഈ ചിത്രത്തിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് കാണാൻ പറ്റും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് ശരിക്കും ഒരു റിയൽ ക്ലാസ് റൂമിൽ ഒരു ബോർഡിന്റെ മുകളിലൊക്കെ വരച്ച് പിന്നെ പറഞ്ഞ് ക്ലാസ് എടുക്കേണ്ട ഒരു ഏരിയ ആണ്. പക്ഷെ നമുക്കിപ്പോൾ അതിനുള്ള ഒരു സാധ്യതയില്ല. ഇങ്ങനെയുള്ള ഒരു പിന്നെ കോവിഡ് പശ്ചാത്തലമായതുകൊണ്ട് തന്നെ നമുക്ക് ബോർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വിശാലമായിട്ടുള്ള ക്ലാസ് ഇപ്പൊ നിലവിൽ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞ് കുട്ടികളിലേക്ക് എത്തിക്കാനും കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനും ഒരു പക്ഷേ ഉണ്ടായേക്കാം. എങ്കിലും കഴിവിന്റെ പരമാവധി സിമ്പിളായി തന്നെ പറയാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഒന്നുകൂടി ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് 2 ഹെമിസ്ഫിയറിലും ഉണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എവിടെയാന്നുള്ളത് അല്ലെ. ഇവിടെയാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതാ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്, അതേപോലെ സദേൺ ഹെമിസ്ഫിയറിലും ഉണ്ട് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്.
രണ്ട് സ്ഥലത്തും ഉണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു ബേസിക് പ്രിൻസിപ്പിൾ, കാറ്റുമായി ബന്ധപ്പെട്ട ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ് എന്ത്? കാറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാ വീശുക? ഹൈ പ്രഷറിന്ന് ലോ പ്രഷറിലേക്ക് വീശുള്ളൂ. അത് നമുക്കറിയാം. അപ്പൊ ഇത് ഹൈ പ്രഷർ ആണ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്, രണ്ട് ഹെമിസ്ഫിയറിലും ഉണ്ട്. അപ്പൊ ഈ ഹൈ പ്രഷറിലേക്ക് എന്തായാലും ആരോ മാർക്ക് ഉണ്ടാവില്ല. ആ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് എവിടെയാണോ ലോ പ്രഷർ ഉള്ളത് അവിടേക്കാണ് കാറ്റ് വീശുക. അപ്പോ നമുക്ക് കാണാം ആ ഹൈ പ്രഷറിന്റെ ഈ സൈഡിലും ലോ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും ലോ ഉണ്ട് അല്ലേ? അപ്പൊ രണ്ട് സ്ഥലത്തേക്കും കാറ്റ് വീശുന്നുണ്ട്. നിങ്ങൾക്ക് ആരോ മാർക്ക് നോക്കിയാൽ അറിയാം. അപ്പൊ ഏതായാലും ഈ മുകളിലേക്കുള്ള ആരോ മാർക്ക് തൽക്കാലം നമ്മളിപ്പോൾ നോക്കുന്നില്ല. നമ്മളിപ്പോ ട്രേഡ് വിൻഡ് ആണല്ലോ പറയുന്നത്. അപ്പോ ഇപ്പോ അവിടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ? രണ്ട് ഹെമിസ്ഫിയറിലും ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നിങ്ങൾ കാണുന്നില്ലേ എന്നാ ചോദിച്ചത്. നമ്മൾ കണ്ടു. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഫ്രം ഹിയർ, അതായത് ഈ പറയുന്ന സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നിന്ന് ഫ്രം ഹിയർ ദി വിൻഡ്സ് ബ്ലോ കണ്ടിന്യൂസ്ലി ടുവേർഡ്സ് ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എവിടേക്കാ വീശുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശുന്നു. ഈ ആരോ മാർക്ക് ശ്രദ്ധിക്കുക. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നിന്ന് എങ്ങോട്ടാണ് ആരോ മാർക്ക്? ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ്. ഒരിക്കലും എന്തുണ്ടാവില്ല, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് എന്ന് ഹൈ പ്രഷർ ആയ അങ്ങോട്ടേക്ക് ആരോ മാർക്ക് എന്തായാലും വരില്ല. അപ്പൊ ആരോ മാർക്ക്, ഈ ഒരു പോയിന്റിങ് ആരോ മാർക്കിന്റെ ആ ഒരു അമ്പ്, ആ ഒരു മുനയുടെ ഭാഗം എന്തായാലും എവിടേക്ക് ഉണ്ടാവുള്ളൂ? എവിടെയാണോ ലോ പ്രഷർ ഉള്ളത് അതിന്റെ നേരെ ഉണ്ടാവുള്ളൂ. അപ്പോ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നിന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഉള്ള സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് നിന്ന് എങ്ങോട്ട് കാറ്റ് വീശുന്നു എന്ന് പറയുന്നത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് തുടർച്ചയായിട്ട് വർഷം മുഴുവൻ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ദീസ് ആർ നോൺ ആസ് ട്രേഡ് വിൻഡ്സ്. അപ്പൊ ഇതാണ് എന്ത്? ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രേഡ് വിൻഡ് എവിടുന്ന് എവിടേക്കാ? ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഒന്നുകൂടി നോക്കാം. എവിടുന്നാണ്? ഫ്രം സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു എവിടേക്കാ? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. നോർത്തിലും സൗത്തിലും അതെ. ഓക്കെ, അപ്പൊ അതാണ് ട്രേഡ് വിൻഡ് അല്ലെങ്കിൽ വാണിജ്യവാദം എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല. As these winds blow from the northeast in the northern hemisphere, they are known as northeast trade winds. രണ്ട് ഹെമിസ്ഫിയറിലും ഈ ട്രേഡ് വിൻസ് ഉണ്ടല്ലോ അല്ലെ? ഈ ഇക്വേറ്ററിന്റെ മുകളിലോട്ടുള്ളത് അതാ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറും ഇത് സദേൺ ഹെമിസ്ഫിയറും നമ്മളൊക്കെ പറഞ്ഞു. വീണ്ടും വീണ്ടും പറയുന്നത് അത് ഒരാശയം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് വിളിക്കുന്നത്. അതിനുള്ള കാരണം എന്താ? ആ ഡയറക്ഷൻ എന്നാണ്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ് ആ കാറ്റ് വരുന്നത്, വീശുന്നത്. അതുകൊണ്ട് തന്നെ ആ ഡയറക്ഷന്റെ പേര് ആ കാറ്റിന് കൊടുത്തു, നോർത്ത് ഈസ്റ്റ് വിൻഡ് എന്ന് പേര് കൊടുത്തു. അതായത് ഇപ്പോൾ ഞാൻ ഈ ഒരു മൗസ് പോയിന്റർ വെച്ചിട്ടുള്ള ഈ ഒരു ഹാൻഡിന്റെ ഒരു എംബ്ലം നിങ്ങൾ കാണുന്നുണ്ട്. ഈ പോയിന്റ് ആണ് ഇത് നോർത്ത് എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു ഭാഗമാണ് ഏത്? ഈ ഒരു ഭാഗമാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുന്ന് വീശുന്ന കാറ്റാണെങ്കിൽ അത് നമുക്ക് ഈസ്റ്റ് എന്നുള്ള ഒരു, പിന്നെ ഈസ്റ്റ് വിൻഡ് എന്നുള്ള ഒരു പേര് കൊടുക്കാം. അതേപോലെ നോർത്ത് എന്നാണെങ്കിൽ നോർത്ത് വിൻഡ് എന്നൊരു പേര് കൊടുക്കാം. പക്ഷെ ഇതിന്റെ ഏരോ മാർക്ക് വരുന്ന ഭാഗം ശ്രദ്ധിക്കുക, നോർത്തും അല്ല അതേപോലെ ഈസ്റ്റും അല്ല, രണ്ടിന്റെ ഇടയെന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ അതിന് ആ ഒരു ഡയറക്ഷനെ പറയുന്ന പേരെന്താ? നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിലാവുമ്പോൾ നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വീശുന്ന കാറ്റായതുകൊണ്ട് ആ ട്രേഡ് വിൻഡിനെ, നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, എന്താണ് പേര്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ വാണിജ്യവാദം എന്ന് പറയാം. വടക്ക് കിഴക്കൻ വാണിജ്യവാദം. ഓക്കെ, അപ്പൊ അതും ക്ലിയർ ആയി. ഇനി എന്താ പറയുന്നത്? The equatorial low pressure zone where the trade winds from both the hemispheres converge is known as the Intertropical Convergence Zone, ITCZ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും 10ാം ക്ലാസ്സിന്റെ എക്സാമിൽ പലപ്പോഴും ഒരു മാർക്കിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ പല സ്ഥലത്തും മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ടും അല്ലാതെയും ആനുവൽ എക്സാമിനൊക്കെ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന സെന്റൻസ്. അതായത് രണ്ട് നോർത്തേൺ ഹെമിസ്ഫിയറിൽ വരുന്ന ട്രേഡ് വിൻഡും സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന ട്രേഡ് വിൻഡും രണ്ടും കൂടി ജോയിന്റ് ചെയ്യുന്ന, രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന പ്രദേശത്തിന്, ഭാഗത്തിന് വിളിക്കുന്ന പേരാണെന്ത്? ITCZ. അതിന്റെ ഫുൾ ഫോമും പഠിച്ചു വെക്കണം. എന്താണ്? ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ.
ഓക്കെ, അതായത് ആ ഒരു ആശയം നമുക്ക് ഒന്നുകൂടി പറയാം. ദി ഇക്വറ്റോറിയൽ ലോ പ്രഷർ സോൺ വേർ ദി ട്രേഡ് വിൻസ് ഫ്രം ബോത്ത് ദി ഹെമിസ്ഫിയേഴ്സ് കൺവേർജ് ഈസ് നോൺ ആസ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ. അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിന് വരുന്ന ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, അതേപോലെ സദേൺ ഹെമിസ്ഫിയറിന് വരുന്ന ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, ഇത് രണ്ടും എവിടെയൊക്കെ ചെല്ലുന്നത്? ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് ചെല്ലുന്നത്. ഈ ഭാഗത്തിന്, ഈ രണ്ട് മുകളിൽ നിന്ന് വരുന്ന വിൻഡും താഴ്ന്നു വരുന്ന വിൻഡും രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഈ ഒരു ഭാഗത്തിനെ വിളിക്കുന്ന പേരെന്താണ്? അതിന് വിളിക്കുന്ന പേരാണ് ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ, ITCZ. ഓക്കെ, അപ്പൊ അതിന്റെ ഷോർട്ട് ഫോമും ഫുൾ ഫോമും മനസ്സിലാക്കി വെക്കുക. ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദി ഡയറക്ഷൻ ആൻഡ് ദി നെയിം ഓഫ് ദി ട്രേഡ് വിൻഡ്സ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. സദേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡിന്റെ ഡയറക്ഷനും പേരും ഒക്കെ കണ്ടെത്താനാണ്. പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണല്ലോ സദേൺ ഹെമിസ്ഫിയർ. ഈ സദേൺ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻഡിന്റെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ പേര്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നു. ഡയറക്ഷൻ നമുക്ക് കണ്ടാൽ അറിയാം. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എന്ത് ഡയറക്ഷൻസ്, നോർത്ത് ഏതാ, സൗത്ത് ഏതാ, നോർത്ത് ഈസ്റ്റ് ഏതാ, അതൊക്കെ നമ്മൾ ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിലേ ഈ ഒരു കാറ്റിന്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിന്റെ ഡയറക്ഷൻ അല്ലേ, പേര് തന്നെയുണ്ട്. ഇതാണ് സൗത്ത്. ഇപ്പൊ ഞാൻ മൗസ് മൂവ് ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് ഇത് സൗത്ത്, ഈ ഒരു ഭാഗമാണ് ഇത്, ഈ ഒരു ഭാഗമാണ് ഈസ്റ്റ്. അപ്പൊ ഈസ്റ്റിന്റെയും സൗത്തിന്റെ, അല്ലെങ്കിൽ സൗത്തിന്റെയും ഈസ്റ്റിന്റെയും ഇടയിൽ നിന്ന് വീശാണ്. അതുകൊണ്ട് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ഓക്കെ, സൗത്ത് എന്ന് പറയുമ്പോൾ തെക്ക്, ഈസ്റ്റ് എന്ന് പറയുമ്പോൾ കിഴക്ക്. അപ്പൊ തെക്കു കിഴക്കൻ വാണിജ്യവാദം. ഓക്കെ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നുള്ള പേര് അതിന് കിട്ടി. ഓക്കെ, then what could be the reason for the trade winds blowing from the southeast and the northeast direction? അതായത് ഈ ട്രേഡ് വിൻഡ്സ് എന്തിനാ ഇങ്ങനെ ചെരിഞ്ഞിട്ട് വരുന്നത്? അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലൊക്കെ എന്തിനാ വീശുന്നത്? നേരെ അങ്ങോട്ട് വീശിയാൽ പോരെ? അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കൺഫ്യൂഷനും കാര്യമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെരിഞ്ഞ് വീശുന്നതെന്നാണ്. ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലൊക്കെ കുറച്ച് ഇങ്ങനെ ചരിഞ്ഞിട്ട് വീശുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കുട്ടികളായ നിങ്ങൾ പറഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഉത്തരം ഓടിയിരിക്കണം. കാരണം കഴിഞ്ഞ ക്ലാസ്സുകൾ അതിനുള്ള ഉത്തരം നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെ ചെരിഞ്ഞ് വീശാനുള്ള കാരണം എന്താ? ഒറ്റ വാക്ക് പറഞ്ഞാൽ കോറിയോലിസ് എഫക്റ്റ്, കോറിയോലിസ് പ്രഭാവം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോറിയോലിസ് പ്രഭാവം കാരണം കാറ്റിന് എന്ത് സംഭവിക്കും? നോർത്തേൺ ഹെമിസ്ഫിയറിൽ അതിന്റെ സഞ്ചാര ദിശയുടെ റൈറ്റിലേക്ക് ഡിവിയേറ്റ് ചെയ്യും. സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്ക് ഡിവിയേറ്റ് ചെയ്യും. ഞാനിവിടെ ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു എപ്പോഴും ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് എന്ത് ചെയ്യുക? കാറ്റ് വീശുക. അങ്ങനെ ആകുമ്പോൾ ഈ കാണുന്ന സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് അവിടെ നിന്ന് എങ്ങോട്ട് വീശും? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വീശും അല്ലെ? അങ്ങോട്ട് വീശേണ്ടതാ. അങ്ങനെ വീശുന്ന സമയത്ത് കാറ്റിന് ശരിക്കും എങ്ങനെ പോയാൽ മതി? കാറ്റിന് ശരിക്കും നേരെ അല്ലെ, നേരെ കണ്ട് പോയാൽ മതി. നേരെ ഇങ്ങനെ കണ്ട് പോയാൽ മതി. പക്ഷെ നമ്മൾ കാണുന്നുണ്ടല്ലോ എങ്ങനെയാ കാറ്റ് കംപ്ലീറ്റ് ഇവിടെ അല്ലെ, ഒരു സിനിമാ താരമുണ്ടല്ലോ, ഇങ്ങനെ ചെരിഞ്ഞ് നടക്കുന്ന ഒരു താരമുണ്ട് അല്ലെ, പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ആ ഒരു ചെരിവ് നമ്മൾ ഈ കാറ്റിന്റെ കാര്യത്തിലും കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാ ഈ കാറ്റ് ഇങ്ങനെ ചെരിഞ്ഞ് നേരെ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ മതി? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് നേരെ അങ്ങോട്ട് വീശിയാൽ മതി. പക്ഷേ അങ്ങനെ നേരെ വീശുന്നില്ല, ചെരിഞ്ഞാണ് വീശുന്നത്. അതിനുള്ള കാരണമാണ് നമ്മൾ പറഞ്ഞ കോറിയോലിസ് എഫക്റ്റ്, കോറിയോലിസ് പ്രഭാവം, കോറിയോലിസ് ബലം. അതായത് സദേൺ ഹെമിസ്ഫിയറിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു വസ്തു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാറ്റാണല്ലോ പറയുന്നത്, കാറ്റായിക്കോട്ടെ. സദേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് എങ്ങനെ വീശുക? നേരെ പോകേണ്ട കാറ്റായിരിക്കും, പക്ഷേ അതിന്റെ സഞ്ചാര ദിശയുടെ ലെഫ്റ്റിലേക്ക് അത് ഡിഫ്ലക്ട് ചെയ്യും. ഓക്കെ, ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു ആരോ മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നേരെയായിരുന്നു പോകേണ്ടിയിരുന്നത്, പക്ഷെ എങ്ങോട്ടാ തിരിഞ്ഞത്? കുറച്ച് ലെഫ്റ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു. അതുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്സ് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ വീശാനുള്ള കാരണം. സദേൺ ഹെമിസ്ഫിയറിൽ ലെഫ്റ്റിലേക്കാണ്. ഇനി നോർത്തിലേക്ക് നോക്കുക, നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുക. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാ കോറിയോലിസ് എഫക്റ്റ് വരിക? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കാറ്റ് അതിന്റെ വലതുഭാഗത്തേക്ക്,
എവിടേക്കാണോ പോകുന്നത് ആ പോകുന്നതിന്റെ വലത്തോട്ടാണ് എന്ത് ചെയ്യുക, ഡിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇതാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അവിടുന്ന് എങ്ങോട്ടാ വീശുക? അവിടുന്ന് നേരെ എങ്ങോട്ടാണ് വീശേണ്ടത് അല്ലെ? ലോ പ്രഷർ ബെൽറ്റിലേക്ക്. അതേപോലെ തന്നെ ഇവിടേക്കും വീശ, അതും ഒരു ലോ പ്രഷർ ബെൽറ്റ് ആണ്, അങ്ങോട്ടും വീശ. പക്ഷേ വീശുന്നത് കറക്റ്റ് ആണ്, ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് വീശുന്നത്. പക്ഷേ അതിന്റെ ഡയറക്ഷൻ നമുക്ക് നോക്കാം. എങ്ങനെയാ വീശുന്നത്? നേരത്തെ ഒന്നും കൂടി വരയ്ക്കാം. എന്താ നേരെ, സോറി കൃത്യമായിട്ട് വര വന്നില്ല. ഓക്കെ, ഇങ്ങനെ നേരെയാണ് വരേണ്ടത് അല്ലെ? പക്ഷേ ഒരു ചെരിവുണ്ട്. കാരണം എന്താ? നോർത്ത് നിന്ന് ഈ ഒരു ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഈ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വരുമ്പോൾ നേരെ വരേണ്ട കാറ്റ് അതിന്റെ റൈറ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്ട് ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ കാറ്റുകളൊക്കെ ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലായിട്ട് കാണുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോറിയോലിസ് എഫക്റ്റ് എന്നുള്ള, കോറിയോലിസ് എഫക്റ്റ്, കോറിയോലിസ് ബലം അല്ലെങ്കിൽ കോറിയോലിസ് പ്രഭാവം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ആണെങ്കിൽ, ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ സംശയമൊന്നും ഉണ്ടാവരുത്. ഇവിടെ പിന്നെ കാറ്റ് റൈറ്റിലേക്കല്ലേ വീശേണ്ടത്, പക്ഷെ ഇതിങ്ങനെ ലെഫ്റ്റിലേക്കാണല്ലോ വരുന്നത് എന്ന് ചിലപ്പോൾ തോന്നാം. നമ്മുടെ പിന്നെ ബോഡിയുടെ ലെഫ്റ്റോ റൈറ്റോ അല്ല പറയുന്നത്, പകരം ആ കാറ്റ് മൂവ് ചെയ്യുന്നതിന്റെ റൈറ്റും ലെഫ്റ്റുമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ആയിരിക്കില്ല കാറ്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് വീശുന്ന കാറ്റാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ റൈറ്റ് ഇത് ലെഫ്റ്റ് ഇത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ അവിടുന്ന് ഇങ്ങോട്ട് വീശുന്ന, താഴോട്ട് വീശുന്ന കാറ്റാകുമ്പോൾ ചിത്രത്തില് നമ്മൾ ആ കാറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത് പോലെയൊക്കെ സങ്കല്പിക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ റൈറ്റ് ഏതാ ലെഫ്റ്റ് ഏതാന്നൊക്കെ. ഓക്കെ, അപ്പൊ ഏതായാലും ബേസിക് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്, നോർത്തേൺ ഹെമസ്ഫിയറിൽ കാറ്റുകൾ അതിന്റെ സഞ്ചാരദിശയുടെ റൈറ്റിലേക്ക് ഡിഫ്ലക്ട് ചെയ്യും. സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ ലെഫ്റ്റിലേക്കും ഡിഫ്ലക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ട്രേഡ് വിൻസ് ഇങ്ങനെ നമ്മൾ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും ഒക്കെ കാണുന്നത് എന്ന് ഇവിടെ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് പോവാം. ഇവിടെ ഒരു എക്സ്ട്രാ റീഡിങ്ങിന്റെ ബോക്സ് ഉണ്ട്. എക്സ്ട്രാ റീഡിംഗ് ആണ്, പക്ഷെ എന്നാലും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം. ഇൻ ദി പാസ്റ്റ് ദി ട്രേഡ് വിൻസ് ദാറ്റ് ബ്ലോഡ് in a constant direction throughout the year were a blessing to those transporting goods in ships and other vessels. അതായത് വർഷം മുഴുവൻ തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകളാണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങൾ, അതായത് ഈ ഇന്നത്തെ പോലെയുള്ള വലിയ യന്ത്രം ഘടിപ്പിച്ചിട്ടുള്ള കപ്പലുകളൊന്നും ഇല്ലാതിരുന്ന പണ്ടത്തെ ഈ പായ്ക്കപ്പലുകളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ കച്ചവടത്തിനും സാധനങ്ങൾ കൊണ്ടുപോകാനും ചരക്ക് ഗതാഗതത്തിനും ഒക്കെ വലിയൊരു സഹായമായിരുന്നു എന്ത്, ഈ ട്രേഡ് വിൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാറ്റുകൾ. The name trade wind might have evolved since it helped ocean trade quite a lot. ഈ ട്രേഡ് വിൻഡ് എന്നുള്ള പേര് കിട്ടിയത് തന്നെ അങ്ങനെയാവാം എന്നാണ് പറയുന്നത്. അതായത് കച്ചവടത്തെ, ആ കാലത്ത് വാണിജ്യത്തെ, കച്ചവടത്തെ വലിയ തോതിൽ സഹായിച്ചത് കൊണ്ടാവാം ഈ കാറ്റുകൾക്ക് ട്രേഡ് വിൻഡ് എന്നുള്ള പേര് കിട്ടിയത് എന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതിൻ്റെ ഒരു ലാംഗ്വേജ് എവിടുന്ന് വന്നു എന്ന് പറയുന്നത്, ടേം ട്രേഡൻ ഇൻ ജർമ്മൻ മീൻസ് വിൻസ് ദാറ്റ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഡയറക്ഷൻ. ജർമ്മൻ ഭാഷയിൽ ഈ പറയുന്ന ട്രേഡൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ട്രേഡ് വിൻഡ് എന്നുള്ളതിന്റെ ആ ഒരു ട്രേഡ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? പിന്നെ ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ്. വിൻസ് ദാറ്റ് മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് ഡയറക്ഷൻ, ഒരേ ദിശയിൽ വീശുന്ന കാറ്റുകൾ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ എന്തായാലും പണ്ട് കാലത്ത് കച്ചവടത്തിനൊക്കെ സഹായിച്ചിരുന്ന ഒരു സംഭവമാണ് ഈ ഒരു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രഷർ ബെൽറ്റുകൾക്കിടയിലുള്ള കാറ്റ്. അതുകൊണ്ടുകൂടിയാണ് അതിന് ട്രേഡ് വിൻഡ് എന്ന പേര് കിട്ടിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് വെസ്റ്റേർലീസ് ആണ്. വെസ്റ്റേർലീസിന്റെ മലയാളത്തിൽ നമുക്ക് എന്ത് പറയാം? പശ്ചിമവാദങ്ങൾ. വെസ്റ്റ് എന്ന് പറയുമ്പോൾ പടിഞ്ഞാറാണ്, പടിഞ്ഞാറിന്റെ മറ്റൊരു മലയാളമാണ് എന്ത്? പശ്ചിമം. ഓക്കെ, സോ വെസ്റ്റേർലീസ്, പശ്ചിമവാദങ്ങൾ. Haven't you seen the subpolar low pressure belt situated between the subtropical high pressure belts and polar high pressure belt? പോളാർ ഹൈ പ്രഷർ ബെൽറ്റിന്റെയും അതേപോലെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിന്റെയും ഇടയിലുള്ള സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് നിങ്ങൾ കണ്ടല്ലോ. ഏതാ പറയുന്നത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഒന്നുകൂടി നമുക്ക് ചിത്രത്തിലേക്ക് നോക്കാം. ബോർഡ് ഇല്ലാത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പേജ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാം. ഇതാണ് പറയുന്നത് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് ആണ്. അപ്പോൾ അവിടേക്ക് എവിടെ നിന്നൊക്കെയാണ് കാറ്റ് വരുന്നത്? എവിടേക്കാണോ ഹൈ പ്രഷർ ഉള്ളത് അവിടെ നിന്നൊക്കെ കാറ്റ് വരും.
അപ്പൊ നമുക്ക് നോർത്തിൽ കാണാൻ പറ്റും പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. അപ്പൊ ആ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇങ്ങോട്ട് കാറ്റ് വരും. അതേപോലെ ഇവിടെ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ആണ്. ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്ക് മാത്രമാണോ കാറ്റ് വീശുക? അല്ല, അങ്ങോട്ടും വീശുന്നുണ്ട്. അതേപോലെ എവിടേക്കാണോ ന്യൂനമർദ്ദം ലോ പ്രഷർ ഉള്ളത് അവിടേക്കൊക്കെ വീശും. സോ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് എന്നും അതേപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്നുള്ള കാറ്റുകൾ എങ്ങോട്ട് വരുന്നുണ്ട്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് വരിക. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് കാറ്റിന്റെ ഡയറക്ഷൻ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് അറ്റത്തുള്ള ഈ ഒരു അസ്ത്രത്തിന്റെ ആ ഒരു അഗ്രഭാഗം എപ്പോഴും എങ്ങോട്ടായിരിക്കണം? ആ ഒരു പോയിന്റിങ് എങ്ങോട്ടായിരിക്കണം? ലോ പ്രഷറിലേക്കായിരിക്കണം. ഇനിയിപ്പോ നമ്മൾ വരയ്ക്കുന്നത് റൈറ്റിലേക്കുള്ള കുറച്ച് ലെഫ്റ്റിലേക്കായി പോയി എന്ന് കരുതുക. നമ്മൾ കൺസെപ്റ്റ് ചെറിയ കൺഫ്യൂഷൻ വന്ന് ലെഫ്റ്റിലേക്കായി പോയി എന്ന് കരുതുക. പക്ഷെ അവിടെയും എന്ത് തെറ്റരുത്? ഹൈ പ്രഷറിന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് വീശുക എന്നുള്ള ഒരു ബേസിക് പ്രിൻസിപ്പിൾ, ബേസിക് ഐഡിയ നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും മറന്നു പോവരുത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടു? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് നമ്മൾ കണ്ടു. അതിന്റെ രണ്ട് ഹൈ പ്രഷറിന്റെ ഇടയിലായിട്ടാണ് ഇത് കിടക്കുന്നതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി എന്താ ഇവിടെ പറയുന്നത് നോക്കാം. വിൻഡ്സ് ബ്ലോ കണ്ടിന്യൂസ്ലി ഫ്രം ദി സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ സോൺസ് ടു ദീസ് ലോ പ്രഷർ സോൺസ്. അതായത് ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ഹൈ പ്രഷർ സോണെന്നും തുടർച്ചയായിട്ട് എവിടേക്ക് കാറ്റ് വീശാണ്? ഈ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കാറ്റ് വീശാണ്. ആസ് ദി ഡയറക്ഷൻ ഓഫ് ദീസ് വിൻഡ്സ് ഈസ് മോസ്റ്റ്ലി ഫ്രം ദി വെസ്റ്റ്, ദേ ആർ നോൺ ആസ് ദി വെസ്റ്റേർലീസ്. ഓക്കെ, അതായത് ശ്രദ്ധിക്കുക, ഈ ചിത്രം ഒന്നും കൂടി നോക്കുക. ഇതാ ഈ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കാറ്റ് വീശാം അല്ലെ? അവിടെയും വീശുന്നുണ്ട്, നോർത്തിലും അതേപോലെ തന്നെ സൗത്തിലും. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കാറ്റ് വീശുന്നു. ഈ കാറ്റ് പ്രധാനമായിട്ടും ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത്? ഒന്നും കൂടി ഇതാ, ഈ ഭാഗത്ത് ഏതാ? ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇത് നോർത്ത്, താഴെ സൗത്ത് അല്ലെ? അപ്പൊ ഇവിടെ ഏതാണ്? ഇത് വെസ്റ്റാ. അപ്പൊ ഏകദേശം വെസ്റ്റ് ഭാഗത്തു നിന്നാണ്, നോർത്തേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിലും സദേൺ ഹെമിസ്ഫിയർ നോക്കുകയാണെങ്കിലും അല്ലെ, എവിടെ നിന്നാണ് വരുന്നത്? പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വെസ്റ്റ് സൈഡിൽ നിന്ന് വീശുന്ന കാറ്റുകളാ. അതുകൊണ്ട് തന്നെയാണ് അതിന് എന്ത് പേര് കിട്ടിയത്? വെസ്റ്റേർലീസ്, പശ്ചിമവാദങ്ങൾ എന്നുള്ള പേര് കിട്ടിയത്. ഓക്കെ, വെസ്റ്റേർലീസ് എന്നുള്ള പേര് അങ്ങനെ കിട്ടിയതാണ്. ഇനി as the direction of these winds is mostly from the west, they are known as westerlies. അല്ലെ, എന്താണ് പേര് കിട്ടാനുള്ള കാരണം? വെസ്റ്റ് സൈഡിൽ നിന്നാണ് വീശുന്നത്, അതുകൊണ്ട് തന്നെ വെസ്റ്റേർലീസ് എന്നുള്ള പേര് കിട്ടി. ഐഡന്റിഫൈ ആൻഡ് നോട്ട് ദി ഡയറക്ഷൻ ഓഫ് ദി വെസ്റ്റേർലീസ് ഇൻ ബോത്ത് ദി ഹെമിസ്ഫിയേഴ്സ് ഫ്രം ഫിഗർ 2.9. ഈ രണ്ട് ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലുള്ള വെസ്റ്റേർലീസിന്റെ കറക്റ്റ് ഡയറക്ഷൻ ഏത് ദിശയിൽ നിന്നാണ് വീശുന്നതെന്ന് കണ്ടെത്താൻ വേണ്ടി പറയാണ് നമ്മളിപ്പോ. അതായത് നമ്മൾ പറഞ്ഞു രണ്ടിനും പേരെന്താ? വെസ്റ്റേർലീസ് തന്നെയാണ്. പക്ഷേ നമ്മളിവിടെ ട്രേഡ് വിൻസിന് നമ്മൾ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നും നമ്മൾ പേര് കൊടുത്തല്ലോ. അപ്പൊ അതേപോലെ വീശുന്ന കറക്റ്റ് ഡയറക്ഷന്റെ ബേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ള വെസ്റ്റേർലീസ് ഏത് ഡയറക്ഷനിലാണ് വീശുന്നത്? അത് വീശുന്നത് കറക്റ്റ് വെസ്റ്റ് എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല. പിന്നെയോ വെസ്റ്റും സൗത്തും രണ്ടിന്റെ ഇടയിലാണ്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ്. ഓക്കെ, സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റേർലീസ് വീശുന്നത്. ഇനി സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലോ, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ അതും എന്തല്ല, കറക്റ്റ് എക്സാക്ട് വെസ്റ്റ് നമുക്ക് പറയാൻ കഴിയില്ല. കുറച്ച് നോർത്തിന്റെയും വെസ്റ്റിന്റെയും ഇടയിലായിട്ടാണ്, ആ ഒരു ഡയറക്ഷനാണ്. നോർത്തും അല്ല വെസ്റ്റും അല്ല, രണ്ടിന്റെ ഇടയിൽ നിന്നാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റേർലീസിന്റെ കറക്റ്റ് ഡയറക്ഷൻ ഏതാണ്? നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ് വീശുന്നത്. ഓക്കെ, ദെൻ അതത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, നമ്മളൊന്ന് മനസ്സിലാക്കാമെന്ന് മാത്രം. The westerlies are stronger in the southern hemisphere than in the northern hemisphere. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും എന്ത് ചെയ്യുന്നുണ്ട്? വെസ്റ്റേർലീസ് വീശുന്നുണ്ട്, പശ്ചിമവാദങ്ങൾ വീശുന്നുണ്ട്. പക്ഷേ അതിൽ സദേൺ ഹെമിസ്ഫിയറിലെ വെസ്റ്റേർലീസ് കുറച്ചും കൂടി എന്താണ്? സ്ട്രോങ്ങർ ആണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ശക്തി കൂടിയ കാറ്റുകളാണ് എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം എന്താ? This is due to the vast expanse of oceans in the southern hemisphere. Southern hemisphere കൂടുതലും എന്താ? ഓഷ്യൻ പാർട്ടാണ്, സമുദ്രഭാഗങ്ങളാണ്. കരഭാഗത്തേക്കാൾ കൂടുതൽ സമുദ്രഭാഗങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ ഈ ഒരു ചിത്രം
ഇതൊരു വെറും ഒരു സർക്കിൾ അല്ല, നമ്മുടെ ഭൂമിയാണ് എന്ന് നമ്മൾ സങ്കല്പിക്കണം. നമ്മുടെ ഭൂമിയാണ് എന്ന ഒരു സങ്കല്പത്തിന്റെ മുകളിലാണ് ആ പ്രഷർ ബെൽറ്റുകളൊക്കെ ഇവിടെ വരച്ചിട്ടുള്ളത് ആണല്ലോ, അതിൽ സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് നോർത്തേൺ ഹെമസ്ഫിയറും ഇത് സദേൺ ഹെമസ്ഫിയർ ആണ്. അപ്പോൾ ഒരു ഗ്ലോബ് അതല്ലെങ്കിൽ ഒരു മാപ്പ് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ മാപ്പ് നമ്മൾ കറക്റ്റ് സെൻട്രൽ ഒരു വര വരയ്ക്കുകയാണെങ്കിൽ ആ വരയുടെ മുകൾ ഭാഗത്തായിരിക്കും കൂടുതലും ലാൻഡ് മാസ് അല്ലെങ്കിൽ ലാൻഡ് ഏരിയ, കോണ്ടിനെന്റൽ പാർട്സ് ഉണ്ടാവുക. താഴ്ഭാഗത്ത് കൂടുതലും എന്തായിരിക്കും? കടലായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ഫ്രിക്ഷൻ. കാറ്റിന്റെ വേഗതയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം എന്ന് പറയുന്ന സംഭവം. അതായത് കരയും കടലും ഒക്കെ ധാരാളം ഇടകലർന്ന് വരുമ്പോൾ കാറ്റിന്റെ വേഗത നോർത്തേൺ ഹെമസ്ഫിയറിൽ കുറയും. എന്നാൽ സദേൺ ഹെമസ്ഫിയറിൽ കടൽ ഭാഗമാണ്, പ്ലെയിൻ ഏരിയ ആണ്, തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഭാഗങ്ങളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ വെസ്റ്റേർലീസ് വളരെ സ്ട്രോങ് ആയിരിക്കും. അവിടെ നല്ല അതിശക്തമായിട്ടുള്ള കാറ്റ് എവിടെ ഉണ്ടാവും? സദേൺ ഹെമസ്ഫിയറിൽ ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണ്? അവിടെ കൂടുതലും സമുദ്രഭാഗം ആയതുകൊണ്ട്. പിന്നെ you read about the route of Vasco da Gama at the beginning of this chapter. ഗാമ നമ്മുടെ നാട്ടിലേക്ക് വന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് തുടങ്ങുമ്പോൾ വാസ്കോ ഡ ഗാമ വന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് വാസ് ദി വെസ്റ്റേർലീസ് ദാറ്റ് ഹെൽപ്ഡ് ഗാമ റീച്ച് ദി സൗത്ത് ആഫ്രിക്ക ത്രൂ ദി സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യൻ. സൗത്ത് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ സൗത്ത് ആഫ്രിക്കയിലേക്ക് വാസ്കോ ഡ ഗാമയ്ക്ക് എത്താൻ അദ്ദേഹത്തെ സഹായിച്ചത് ഈ പശ്ചിമപാദങ്ങളാണ്, വെസ്റ്റേർലീസ് ആണ് എന്ന് പറയുന്നു. ഓക്കെ, the ancient mariners had given different names to the rough westerlies in the southern hemisphere, such as നമ്മൾ പറഞ്ഞല്ലോ സദേൺ ഹെമസ്ഫിയറിലുള്ള വെസ്റ്റേർലീസിന് കുറച്ചും കൂടി അത് സ്ട്രോങ്ങർ ആണ്. നോർത്തേൺ ഹെമസ്ഫിയറിലുള്ള വെസ്റ്റേർലീസിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആണ് ഇത് സദേൺ ഹെമസ്ഫിയറിലെ വെസ്റ്റേർലീസ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പഴയകാല യാത്രികരൊക്കെ സഞ്ചാരം നടത്തിയിട്ടുള്ള ആളുകളൊക്കെ ഈ സദേൺ ഹെമസ്ഫിയറിലെ വെസ്റ്റേർലീസിന് ഓരോ പ്രത്യേക പേരുകൾ കൊടുത്തിട്ടുണ്ട്. ആ പേരുകൾ ഏതൊക്കെയാണ്? റോറിംഗ് ഫോർട്ടീസ് അലോങ് 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ്. സദേൺ ഹെമസ്ഫിയറിൽ 40 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിന്റെ ഭാഗങ്ങളിൽ വീശുന്ന കാറ്റിനെ വിളിക്കുന്ന പേരാണ് റോറിംഗ് ഫോർട്ടീസ്. അപ്പൊ ഈ 40 ഡിഗ്രി എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം ഈ പേര് തന്നെ ഉണ്ട്. റോറിംഗ് ഫോർട്ടീസ് എന്ന് പറയുമ്പോൾ അവിടെ 40 വന്നു. അതേപോലെ ഫ്യൂരിയസ് 50s, 50 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സിന്റെ ഭാഗത്തൂടെ വീശുന്ന കാറ്റുകളാണ്. അതേപോലെ ഷ്രീക്കിംഗ് 60s. അപ്പൊ പേര് തന്നെയുണ്ട് ഏത് ഡിഗ്രി ലാറ്റിറ്റ്യൂഡാന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഈ റോറിംഗ് 40s, ഫ്യൂരിയസ് 50s, അതേപോലെ ഷ്രീക്കിംഗ് 60s ഒക്കെ എന്താ? ഇതൊക്കെ പണ്ടത്തെ യാത്രികര് വെസ്റ്റേർലീസിന് കൊടുത്ത ഓരോ പേരുകളാണ്. ഓക്കെ, വെസ്റ്റേർലീസ് ഏത് വെസ്റ്റേർലീസിന് കൊടുത്ത പേരാ? സദേൺ ഹെമസ്ഫിയറിലുള്ള വെസ്റ്റേർലീസിന് കൊടുത്തിട്ടുള്ള പേരുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും നോക്കിക്കഴിഞ്ഞു. അപ്പൊ രണ്ട് ഗ്ലോബൽ വിൻസിൽ അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻസിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കി, ട്രേഡ് വിൻഡും നോക്കി, വെസ്റ്റേർലീസും നോക്കി. ഇനി പറയാനുള്ളത് പോളാർ ഈസ്റ്റേർലീസ് ആണ്. അതായത് ധ്രുവീയ പൂർവ്വവാദങ്ങൾ, ധ്രുവീയ പൂർവ്വവാദങ്ങൾ, പോളാർ ഈസ്റ്റേർലീസ്. You have learned that the cold polar regions are centers of high pressure. നമുക്കറിയാം ഈ പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ എന്താ? തണുത്തുറഞ്ഞു കിടക്കുന്ന പ്രദേശം അല്ലെ? ധ്രുവങ്ങളിലെ മഞ്ഞുറഞ്ഞു കിടക്കുന്ന, തണുത്തുറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. അവിടെ എന്തായിരിക്കും? ഹൈ പ്രഷർ ആയിരിക്കും. ഓക്കെ, ദി പോളാർ വിൻസ് ആർ ദി കോൾഡ് വിൻസ്. അതുകൊണ്ട് തന്നെ പോളാർ വിൻസ് ആർ ദി കോൾഡ് വിൻസ് ദാറ്റ് ബ്ലോ ഫ്രം ദീസ് ഹൈ പ്രഷർ ഏരിയാസ് ടുവേർഡ്സ് ദി സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ചിത്രത്തിലേക്ക് നോക്കാം. ഓക്കെ, പോളാർ റീജിയൻ എന്ന് പറയുമ്പോൾ നോർത്ത് പോളും സൗത്ത് പോളും രണ്ടും എന്താ? പോളാർ റീജിയൻ അല്ലെ? ആർട്ടിക് ആണെങ്കിലും അന്റാർട്ടിക് ആണെങ്കിലും അവിടെ മഞ്ഞൊക്കെ ഉറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഹൈ പ്രഷർ ആണ്. അപ്പൊ ആ ഹൈ പ്രഷർ ബെൽറ്റ് എന്ന് എങ്ങോട്ടാ വീശുന്നത്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക്. ഹൈ പ്രഷർന്ന് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്ക് കാറ്റ് വീശാണ്. തണുത്ത കാറ്റായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം എവിടെന്നാ വീശുന്നത്? തണുത്ത പ്രദേശത്തു നിന്നാണ് വീശുന്നത്. ഓക്കെ, പിന്നെ these winds blow from the east in both the hemispheres due to the Coriolis force. കോറിയോലിസ് ബലം കാരണം, കോറിയോലിസ് ഫോഴ്സ് കാരണം നോർത്തേൺ ഹെമസ്ഫിയറിലും സദേൺ ഹെമസ്ഫിയറിലും ഏത് ഡയറക്ഷൻ എന്നാണ് അത് വീശുന്നത്? പ്രധാനമായിട്ടും ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പേരെന്തായത്? പോളാർ ഈസ്റ്റേർലീസ് എന്ന രൂപത്തിലായത്. ഓക്കെ, ഹെൻസ് ദീസ് ആർ നോൺ ആസ് പോളാർ ഈസ്റ്റേർലീസ്. ഒന്നുകൂടി നമുക്ക് നോക്കാം ചിത്രത്തിലേക്ക്. ആ ഒരു ആരോ മാർക്ക് വരുന്ന ഏരിയ ശ്രദ്ധിക്കുക. എവിടെ നിന്നാണ്? നോർത്തുനിന്നോ സൗത്തുനിന്നോ ഒന്നും അല്ല, ഒരു ഈസ്റ്റ് ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും ഈ കാറ്റ് നോർത്തേൺ ഹെമസ്ഫിയറിൽ കാണുന്നത്. ഇനി സദേൺ ഹെമസ്ഫിയർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അല്ലെ? ഈസ്റ്റ് ഭാഗത്തു നിന്നാണ് വീശുന്നത്. അതുകൊണ്ട് തന്നെ പോളാർ
ഈസ്റ്റേർലീസ്. പോളാർ റീജിയൻ എന്നാണ് വീശുന്നത്, ഡയറക്ഷനോ ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ് വീശുന്നത്. അതുകൊണ്ട് പോളാർ ഈസ്റ്റേർലീസ് എന്നുള്ള അല്ലെങ്കിൽ ധ്രുവീയ പൂർവ്വവാദങ്ങൾ എന്നുള്ള പേര് ആ കാറ്റിന് ലഭിച്ചു. ഓക്കെ, ഇനി അപ്പോൾ കാറ്റുകളെ പറ്റി പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Hence, these are known as polar easterlies. Okay, നമ്മൾ പറഞ്ഞു. These winds play a significant role in determining the climate of North America, Eastern European countries and Russia. റഷ്യയുടെയും നോർത്ത് അമേരിക്കയുടെയും അതേപോലെ ഈസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൻ്റെയും ഒക്കെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഒരു വലിയ സ്വാധീനം അല്ലെങ്കിൽ ഒരു വലിയ പങ്ക് ഈ പറയുന്ന ധ്രുവീയ പൂർവ്വവാദങ്ങൾക്കുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഒരു വർക്ക് ഇവിടെ പറയുന്നു, പ്രിപ്പയർ എ ചാർട്ട് ഡിസ്ക്രൈബിംഗ് ദി പ്ലാനറ്ററി വിൻഡ്സ്, ദി ഏരിയാസ് വേർ ദേ ബ്ലോ ആൻഡ് ദി ഫീച്ചേഴ്സ് ആൻഡ് എക്സിബിറ്റ് ഇറ്റ് ഇൻ ദി ക്ലാസ്. അപ്പൊ ഇന്ന് ക്ലാസ് റൂമൊക്കെ നമ്മുടെ വീടുകൾ തന്നെ ആയ ഒരു സാഹചര്യം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം, ഈ ഒരു കാറ്റുകളെ പറ്റിയൊക്കെ, പ്രഷർ ബെൽറ്റുകളെ പറ്റിയൊക്കെ പെട്ടെന്ന് ഒന്നുകൂടി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിൽ അത് തങ്ങി നിൽക്കണമെങ്കിൽ ഒരു നല്ല വഴി ഞാൻ പറയാം. ഒരു ചാർട്ടിൽ അല്ലെങ്കിൽ ഒരു വലിയൊരു പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു ചിത്രം, അപ്പുറത്തെ പേജിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, പ്രഷർ ബെൽറ്റുകൾ മാത്രമുള്ള ഒരു ചിത്രമുണ്ട്, അത് വേണ്ട, ഇത് മതി. ഇതാവുമ്പം പ്രഷർ ബെൽറ്റും അതിലുണ്ട്, അതേപോലെ കാറ്റുകളുടെ പേരുണ്ട്, കാറ്റുകളുടെ ഡയറക്ഷനും അവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്താ, ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ ആ ഒരു ഡിഗ്രി ഏതാണ് എന്നുള്ളത് മാത്രം നമ്മൾ നോക്കുക. അത് മറ്റേ ചിത്രത്തിൽ നമ്മൾ ചെയ്തത് കൊണ്ട് ഇങ്ങോട്ടൊന്ന് പകർത്തിയാൽ മതി. 0 ഡിഗ്രി, അതേപോലെ 30 ഡിഗ്രി, അതേപോലെ പിന്നെ 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നുള്ള ഒരു കാര്യം മാത്രം ഇവിടെ ഒന്ന് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇത് നമ്മൾ കിടക്കുന്ന റൂമിലോ നമ്മൾ എപ്പോഴും നോക്കുന്ന കണ്ണാടിക്ക് മുമ്പിലോ നമ്മളൊന്ന് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കാറ്റിന്റെ ഡയറക്ഷനും പേരുകളും പ്രഷർ ബെൽറ്റുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ പതിയും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ചിത്രം, ആ ഒരു സംഭവം, ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കഴിയും. അങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചുമരിന്റെ മുകളിൽ നിന്നോ കണ്ണാടിന്റെ മുകളിൽ നിന്നോ ആ ഒട്ടിച്ച് വെച്ച കാര്യങ്ങളൊക്കെ എടുത്ത് ദൂരെ കളയാം. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് എളുപ്പത്തിൽ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. 6 മാർക്കിന് വരെ, 6 മാർക്ക് എന്ന് പറയുമ്പോൾ എന്താ, എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 6 മാർക്കിന് വരെ ഈ ഒരു പ്രഷർ ബെൽറ്റും ഈ ഒരു പ്ലാനറ്ററി വിൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം എന്നല്ല പറയുന്നത്, ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ പഠിക്കാൻ. അപ്പൊ എനിവേ നമ്മൾ ഇപ്പോൾ എന്ത് കംപ്ലീറ്റ് ചെയ്തു, പ്ലാനറ്ററി വിൻസ്, ട്രേഡ് വിൻസ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. പക്ഷെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിട്ടില്ല, ചാപ്റ്റർ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അത് പക്ഷേ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വെക്കുകയാണ്. ഇവിടെ പറയുന്നു, യു ഹാവ് ലേൺ ദാറ്റ് ദി പ്ലാനറ്ററി വിൻസ് ആർ പെർമനന്റ് വിൻസ് ബ്ലോയിങ് ബിറ്റ്വീൻ ദി ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് ത്രൂ ഔട്ട് ദി ഇയർ. ദർ ആർ ഓൾസോ വിൻസ് ഓഫ് സീസണൽ ആൻഡ് ലോക്കൽ ഒക്കറൻസസ്. അതായത് ഓരോ പ്രദേശത്ത് മാത്രം വീശുന്ന, ഓരോ ദിവസവും രാത്രിയും പകലും മാറി മാറി വീശുന്ന കാറ്റുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കാറ്റുകളെ കുറിച്ച് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇനി പഠിക്കാൻ കിടക്കുന്നുണ്ട്. അത് പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് വെക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതും കൂടി നമ്മൾ പറയുമ്പോൾ കണ്ടന്റ് വളരെ കൂടുതലായി പോവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്, ട്രേഡ് വിൻസ്, വെസ്റ്റേർലീസ്, പോളാർ ഈസ്റ്റേർലീസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.